തേങ്ങ ചേർക്കാതെ തന്നെ മോരുകറി അല്പം കുറുകിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൂത്രപ്പണി ചെയ്താൽ മതി. നമ്മുടെ ഈ നാടൻ മോരുകറിയിലെ ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് തൈരേ ഉള്ളൂ, 2-3 ആൾക്കാർക്ക് കൂടുതലുണ്ടെങ്കിൽ മോരുകറിയിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് നമുക്കത് ലൂസാക്കി എടുക്കാനും പറ്റില്ല. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ട്രിക്കാണ്. ആ കറിയുടെ ടേസ്റ്റിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ അല്പം കൂടി തിക്കാക്കി എടുക്കാൻ ഈ സൂത്രപ്പണി മതി. ഇതാ ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറിനകത്ത് 1/2 ലിറ്റർ തൈര് ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഉടച്ചെടുത്തുകൊണ്ട് വരുവാണ്. നിങ്ങളിപ്പോൾ മത്ത് വെച്ചാണ് ഉടച്ചെടുക്കുന്നതെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ഒരല്പം വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടി ചേർക്കുക. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതാ ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഏതെണ്ണയാണോ മോര് കാച്ചാൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതൊഴിക്കുക. കടുകിട്ടൊന്ന് പൊട്ടി വരട്ടെ. കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിളക്കാം. ഇനി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർക്കുക. കൂടെ തന്നെ 5-6 വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർക്കുക. പച്ചമുളക് ചേർക്കുക. 4-5 നിങ്ങൾ മോര് കറിക്ക് എത്രയാണോ ചേർക്കുന്നത് അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം. ഒത്തിരി ഒന്നും ബ്രൗൺ ആകണ്ട. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതായത് മൂത്ത് വരാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. നല്ല മഞ്ഞൾ കളർ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇനി 2-3 നുള്ള് കായപ്പൊടി ചേർക്കുക. നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി തീ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം മുളക് പൊടി ചേർക്കുക. ഒരല്പം ചേർക്കുന്നുള്ളൂ. മോരുകറി മഞ്ഞ കളറിൽ തന്നെ ഇരിക്കണമെന്നുള്ളവർക്ക് മുളക് പൊടി ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതാ മുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതിയാകും. തീ അങ്ങനെ നല്ലവണ്ണം കുറച്ച് വെച്ചുകൊണ്ട് തന്നെ ഇതിനി ചേർക്കുന്നത് മൈദയാണ്. 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. ഇനി നല്ലവണ്ണം മൈദയൊന്ന് മൂത്ത് വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മൈദപ്പൊടി നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുന്നത് കാരണം മോര് കറിയിൽ കുഴകുഴപ്പൊന്നും ഉണ്ടാകില്ല. ചട്ടി നല്ലവണ്ണം ചൂടായിരിക്കുന്നതാണ്. തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം. ഒരു 25-30 സെക്കൻഡിനുള്ളിൽ നല്ലവണ്ണം മൂത്ത് വരും. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 ലിറ്റർ തൈരാണ്. അതിന് പറ്റിയ അളവിലാണ് 2 ടേബിൾ സ്പൂൺ മൈദ എന്നുള്ള അളവ്. കൂടുതലായിട്ട് ചേർക്കരുത് മൈദ. മൈദ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം ഇളക്കിയെടുക്കാനായിട്ട്. കുറേശ്ശെയായിട്ട് ഒഴിക്കുക. കട്ട കെട്ടാതിരിക്കണം. മൈദയാണ് പെട്ടെന്ന് കട്ടയാകും. അപ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. തീയെ നല്ലവണ്ണം കുറച്ച് തന്നെ വയ്ക്കുക. ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇളക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നല്ലവണ്ണം ഇത് ചൂടായിട്ടുണ്ട് വെള്ളം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർക്കുക. കുറേശ്ശെയായിട്ട് ഒഴിക്കുക. ഒരു സൈഡിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. തീ നന്നായിട്ട് കുറച്ചും വെച്ചിരിക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലവണ്ണം മോരൊന്ന് ചൂടായിക്കോട്ടെ. മോരിനാവശ്യമുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം ചൂടാക്കാനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. മോര് ചൂടായിട്ട് ചെറുതായിട്ട് ആവി പോകാനായിട്ട് തുടങ്ങും. ആ സമയത്ത് വേണം ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷവും കുറച്ച് സെക്കൻഡ് നേരത്തെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യുമ്പോൾ മോര് ഒട്ടും പിരിഞ്ഞു പോകില്ല. കറി തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകും. അതായത് പാകത്തിനായിക്കോളും. ഇപ്പം എന്താ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നല്ലതായിട്ട് ആവി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. കുറച്ച് നേരത്തേന്, കുറച്ച് സെക്കൻഡ് മതി.
ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ കുറുകിയിട്ടുണ്ട്. ഇത് നല്ലവണ്ണം തണുത്തതിന് ശേഷം ഒരല്പം കൂടി കുറുകും, പാകത്തിനാകും. നല്ലവണ്ണം തണുത്തതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ചുമന്ന് കാശ്മീരി മുളക് പൊടി ഇട്ട കാരണം എണ്ണ തെളിയും. ഇതാ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ കമൻറ്റ് തരാൻ, ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.